إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അനുഗ്രഹീതമാണ്. അതല്ലെങ്കിൽ ദുനിയാവിൽ നമ്മൾ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കരുത്. മരണം ആഗ്രഹിക്കുന്നത് ബുദ്ധികേടാണ്. കാരണം ഇൻ കുൻത മുഹ്സിനൻ, നീ നന്മ ചെയ്യുകയും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ നിന്റെ മുന്നിൽ വരും. മരിക്കാൻ നീ കൊതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാനേ ആഗ്രഹിക്കാവൂ, അങ്ങനെയേ ദുആ ചെയ്യാവൂ. വഇൻ കുൻത മുസീഅൻ, ഇനി അഥവാ നീ തെറ്റുകളൊക്കെ ചെയ്ത ആളാണെങ്കിലോ തൗബ ചെയ്യാനുള്ള അവസരം നിനക്ക് മുന്നിൽ ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞു, ഒരിക്കലും സത്യവിശ്വാസികൾ ഒന്ന് മരിച്ചാ മതിയായിരുന്നു, ആ വാക്ക് പറയാനേ പാടില്ല. കാരണം ദിവസങ്ങൾ ഓരോന്നും കഴിയുന്നത്രയും നന്മകൾ വർദ്ധിപ്പിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കാനുള്ളതാണ്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ. അല്ലാഹു ആരാന്നറിയോ? രാവും പകലും ഒന്നിനു പിറകെ ഒന്നായി വരുന്ന തരത്തിൽ ഉണ്ടാക്കിയവനാണ്. എന്തിന്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. ഇന്നെന്തെങ്കിലും നന്മ നഷ്ടപ്പെട്ടു പോയാൽ നാളെ അത് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി തരാൻ. രാത്രി മാത്രമായാൽ ചിലപ്പം അശ്രദ്ധയും ഉറക്കും ക്ഷീണവും അങ്ങനങ്ങ് പോകും, നന്മ ചെയ്യാൻ മനുഷ്യന്മാർക്ക് തോന്നൂല. അതിന് അല്ലാഹു എന്ത് ചെയ്തു? രാത്രികൾക്ക് പരിധി നിശ്ചയിച്ചു. പിറ്റേന്ന് രാവിലെയായി
ഉറങ്ങി എഴുന്നേറ്റു, ഉന്മേഷവാനായി, സുബ്ഹ് നിസ്കരിച്ചു, ഒരു ക്ലാസ് കേട്ടു, ഈമാൻ ഒന്ന് താസയായി, നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഇനി പകല് മാത്രമായാൽ ജോലിഭാരം കൊണ്ട് ക്ഷീണിച്ചവശനായി പകലിങ്ങനെ കൂടുന്തോറും ക്ഷീണം കൂടി വന്നു, നന്മകളിൽ മടി വരാൻ തുടങ്ങും. അതിന് അള്ളാഹു എന്ത് ചെയ്തു? പകലിന് പരിധി നിശ്ചയിച്ചു, രാത്രി നമുക്കാക്കി തന്നു. എന്തിന്? ഉറങ്ങാൻ, ക്ഷീണം മാറ്റാൻ. എന്നിട്ട് കഴിയുമെങ്കിൽ പാതിരാക്കി എഴുന്നേറ്റ് രാവിലെ നഷ്ടപ്പെട്ട അമലുകളെ വീണ്ടെടുക്കാൻ. രാവും പകലും അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ദുഹാ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയ ടൈം ഒരുപാട് ദീർഘിപ്പിച്ചു. അതാല സ്വലാത്ത ദുഹ. സാധാരണ അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്, രാജാവാണ്. ആളുകൾ പള്ളിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവും, കാണാനും കാര്യങ്ങൾ പറയാനും കേസുകൾ പറയാനും ഒക്കെ. ദുഹാന്റെ സമയമാകുമ്പം ഖലീഫ നിസ്കരിക്കാൻ വേണ്ടി പോകും. ജനങ്ങൾ കാത്തിരിക്കും, ഒരു ടൈം ഉണ്ടാവും, ഇത്ര സമയം കൊണ്ട് ഖലീഫ വരും. പക്ഷെ അന്ന് വന്നില്ല, കുറെ നേരം എടുത്തു. ഈ സമയം ഫഖീലല, ഒരാൾ ചോദിച്ചു, യാ ഉമർ സനഅതൽ യൗമ ശൈഅൻ ലം തകുൻ തസ്നഉഹു. സാധാരണ അങ്ങ് ഇങ്ങനെയല്ലല്ലോ എല്ലാ ദിവസവും. അങ്ങ് സാധാരണ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പോയി വരുന്ന സമയം ഒരുപാട് കഴിഞ്ഞു പോയി, എന്താ ഇന്നങ്ങനെ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ബഖിയ അലയ്യ മിൻ വിർദി ശൈഉൻ. രാവിലെ സുബ്ഹിക്ക് ശേഷം ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. വിർദ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി നിത്യമായി ചെയ്യുന്ന ഖുർആനോത്ത്, അദ്കാറുകൾ, തസ്ബീഹാത്തുകൾ, അതിലെന്തോ എനിക്ക് ബാക്കി വന്നു, അതൊന്ന് തീർക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തോതി, സൂറത്തുൽ ഫുർഖാനിലെ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ ഔ യذكر ശുകൂറ. എന്തിനാ അള്ളാഹു സമയം നിശ്ചയിച്ചത്? നേരത്തെ എന്തെങ്കിലും സമയം പാഴായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സമയം വരുമ്പം അത് വീണ്ടെടുക്കാൻ. ഓരോ ദിവസവും നമുക്ക് ദീർഘിച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെയും അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് നിഅമത്താണ്. നന്മകൾ വർദ്ധിപ്പിക്കാൻ പറ്റും, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, മൻ ഫാതഹു ശൈഉൻ മിനൽ ലൈൽ. രാത്രിയിൽ ഒരാൾ പൊതുവെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അമൽ അയാൾക്ക് നഷ്ടപ്പെട്ടാൽ, ക്ഷീണമുണ്ട്, ഉറങ്ങിപ്പോയി, മറ്റെന്തെങ്കിലും തിരക്കിലായി, അയാൾ അതിനെ അദ്റകഹു ബിന്നഹാർ, പിറ്റേന്ന് പകലിൽ ഉന്മേഷം വരും, കുറച്ചുകൂടി ഓർമ്മ വരും, രാത്രിയേറ്റതിനെ പകലിൽ അയാൾക്ക് ചെയ്തു തീർക്കാം. പകലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ, രാത്രിയാവുമ്പം തിരക്ക് കുറയും, രാത്രിയിൽ ചെയ്തു തീർക്കാം. അങ്ങനെ അല്ലാഹു രാവിലെയും പകലിലെയും വിശ്വാസികൾക്ക് നിഅമത്തായി തർത്തീബ് ചെയ്തു. അതുകൊണ്ട് ഒരു സമയവും സത്യവിശ്വാസിക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല. കഴിവിന്റെ പരമാവധി ഓർമ്മയിൽ വീണ്ടെടുത്ത് നന്മകൾ വർദ്ധിപ്പിച്ച് ആഖിറത്തിലേക്ക് ഭാരം കൂട്ടാനുള്ളതാണ്. വെറുതെ അല്ല ഈ ജീവിതം, വെറുതെ അല്ല രാവും പകലും മാറി മാറി വരുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നകും ഫീ സമനിൻ ഹുദ്ന, നിങ്ങൾ ഫിത്ന കൊണ്ടും ഫസാദ് കൊണ്ടും നിറക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. സ്വഹാബത്തിനോടാ പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിലുള്ള ജിബ്രീൽ വഹയ് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ദുനിയാവിലെ ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉന്നതമായ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്വഹാബത്തിനോട് പറയാൻ, ഇന്നകും ഫീ സമനിൻ ഹുദ്ന, തിന്മകളും ഫസാദുകളും ഫിത്നകളും കൊണ്ട് നിറക്കപ്പെട്ട, അഥവാ ആഖിറത്തിനെ നിങ്ങൾക്ക് മറപ്പിക്കുന്ന, മരണത്തിന്റെ ഓർമ്മയിൽ നിന്നും നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന, നന്മകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാലത്താ നിങ്ങൾ ഉള്ളത്. എന്നാൽ 2025 ഈ മാസത്തിൽ എന്തായിരിക്കും ആ കാലത്തിന്റെ അപകടം? ആ കാലത്തിലാണ് നമ്മൾ ഉള്ളത്. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലം നിങ്ങളെ കൊണ്ട് ധൃതിയിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, സമയം നോക്കിട്ടു ഉച്ചയായ, വൈകുന്നേരം എത്ര പെട്ടെന്ന് വൈകുന്നേരമായോ? ശരിയാ.
നിങ്ങളെ പിടിക്കൊതുങ്ങാതെ പ്രതീക്ഷക്കപ്പുറത്ത് സ്പീഡിലാണ് നിങ്ങളെ പ്രായവും വയസ്സും കാലവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കാൻ, നിങ്ങൾ രാവും പകലും എന്താണ് എന്ന് ചിന്തിക്കുന്നില്ലേ? പുതുമയുള്ള കാര്യങ്ങളെയൊക്കെ അവ രണ്ടും എങ്ങനെയാ പഴയതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്നൊരു പുതിയ സാധനം വാങ്ങി, ഒരു ദിവസം കഴിഞ്ഞു, ഒരു രാത്രി കഴിഞ്ഞു, അടുത്ത പകല് കഴിഞ്ഞു, പിന്നെയും രാത്രിയായി. ഈ പുതിയ സാധനത്തിന്റെ പുതുമ പഴയതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം കഴിയും തോറും. വിദൂരത്തെന്ന് പറയപ്പെട്ട പല കാര്യങ്ങളെയും രാവും പകലും അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലത്തിനപ്പുറം എന്ന് പറയപ്പെട്ടത് ഇവിടെ നിന്ന് വർഷം ഇങ്ങനെ വന്ന് 9ാമത്തെ വർഷമെത്തി. ഇനി ഒരു വർഷമേ ബാക്കിയുള്ളൂ. ഉമ്മത്തിന്റെ ആയുസ് പറയപ്പെട്ടത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അത് നമ്മളെയും കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. ദൂരെ എന്ന് പറയപ്പെട്ട പലതിനെയും അടുത്ത് കുളിച്ചു കൊണ്ടുവന്നു കൊണ്ടിരിക്കുകയാണ്. അടിമകളോട് വഅദ ചെയ്യപ്പെട്ട, താക്കീത് ചെയ്യപ്പെട്ട മരണം, ഖബറ്, ബർസഖ്, ഹിസാബ്, സ്വർഗ നരകം, ഇതിനെയെല്ലാം രാവും പകലും അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദിവസങ്ങൾ കഴിയും തോറും ശ്രദ്ധയോടെ വേണം സത്യവിശ്വാസികൾ ജീവിക്കാൻ. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്? നിങ്ങളെ നോക്കാതെ, നിങ്ങളെ ശ്രദ്ധിക്കാതെ കാലം മുന്നോട്ട് പായും. രാവും പകലും മാറി 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 സ്പീഡോട് കൂടി വരും. പക്ഷെ ആ സ്പീഡ് നിങ്ങൾ അറിയാതെ പോകരുത്. കിട്ടിയ അവസരം കൊണ്ട് ആഖിറത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചു കൊള്ളണം. മറന്നേ പോണ്ട. സമയത്തിൽ നമ്മൾ കണക്കെടുക്കും, ദിവസങ്ങൾ പ്ലാൻ ചെയ്യും, ടൈം ടേബിൾ ഉണ്ടാക്കും. കച്ചവടത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഇന്ന മാസം ഇത്ര, അടുത്ത മാസം ടാർജറ്റ് വെക്കും ജീവിതത്തിന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സാരമിതാണ്. ആഖിറത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും തർത്തീബാക്ക്. പെട്ടികൾ നിറക്കാൻ, ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് യാത്രയാകുമ്പോൾ കൊണ്ടുപോകാൻ കൈമൽ എന്താ ഉള്ളതെന്ന് ആവർത്തിച്ച് നഫ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കെ. ഒരു അണുവിന്റെ അത്രയും നന്മ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുക തന്നെ ചെയ്യും. പോയിപ്പോവില്ല. മനുഷ്യന്മാര് മറക്കും, ചെയ്ത നമ്മൾ മറക്കും. പക്ഷെ കിറാമുൻ കാതിബീൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി ഖൈറിന് പകരം നിങ്ങൾ ഈ പായുന്ന കാലത്ത് ചെയ്തു കൂട്ടിയത് ഷർറാണെങ്കിൽ അതാരും മറക്കൂന്ന് വിചാരിക്കണ്ട. അതെഴുതിയത് മാഞ്ഞു പോകുന്ന തെറ്റിദ്ധരിച്ചു പോവണ്ട. ആ കടലാസ് ഏതെങ്കിലും പാറിപ്പോകുന്നു വിചാരിക്കണ്ട, കീറിപ്പോകുന്നു വിചാരിക്കണ്ട. അതിനെയും കൃത്യമായി കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും, സയുകല്ലിമുഹു റബ്ബു, നിങ്ങൾ റബ്ബിനോട് നേർക്ക് നേരെ സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിനോട്. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അല്ലാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ ഒരു ദ്വിഭാഷികളില്ലാതെ, തർജ്ജമ ചെയ്തു കൊടുക്കാനുള്ള ആളില്ലാതെ, ഭാഷ മനസ്സിലാക്കി കൊടുക്കാനുള്ള ആളില്ലാതെ നേർക്ക് നേരെ അബ്ദും റബ്ബും തമ്മിൽ സംസാരിക്കുന്ന ഒരു ദിവസം വരും. ഓരോരുത്തരും സംസാരിക്കുന്ന വെച്ചാൽ ഹിസാബാണ്. അവിടെ അടിമ അവന്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞൊന്ന് നോക്കും. വലതുഭാഗത്ത് ഉണ്ടാവുക നന്മകളാണ്. ദുനിയാവിൽ അവസരം മുതലെടുത്ത് എന്ത് നന്മയാണോ ചെയ്തത് അതല്ലാതെ മറുത്തൊന്നും അവിടെ നിന്ന് കാണാൻ കഴിയില്ല. ഇവന് കുറ്റബോധം വരും, നഷ്ടമായി പോയി എന്നുള്ള പേടി വരും, നന്മകൾ കാണാനില്ല. ഇടത്തേക്ക് നോക്കും, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ, അപ്പെട്ടിയിൽ എന്തെങ്കിലും നിറക്കപ്പെട്ടിട്ടുണ്ടോ നോക്കാൻ. ഒരു 2 റക്അത്ത് നിസ്കാരമെങ്കിലും, ഒരു തിങ്കളാഴ്ചന്റെ നോമ്പെങ്കിലും, ഒരു സുബ്ഹാനല്ലാഹെങ്കിലും, ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കിയിട്ടുള്ള ഒരു പുഞ്ചിരിയെങ്കിലും, ഒരു അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യത്തിന്റെ ഫ്രീ ആയിട്ടുള്ള വാക്കെങ്കിലും. ഒന്നുമില്ല.
ഇടത്തുവെട്ടിയിലൊന്നുമില്ല, വലത്തുമില്ല, ഇടത്തുമില്ല. ഫയൻദുറു, അവൻ നോക്കും, തിൽഖാഅ വജ്ഹി, മുന്നോട്ട് എന്തെങ്കിലും ഉണ്ടോ. ഫലാ യറാ ഇല്ല അന്നാറ തിൽഖാഅ വജ്ഹി, അവന്റെ മുന്നിൽ നരകമല്ലാതെ വേറൊന്നും അവനെ കാണാനുണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന നോട്ടം ഇന്ന് ദുനിയാവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രായത്തിനിടയിൽ നോക്കിയവൻ രക്ഷപ്പെട്ടു, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ തരും. അത് അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്, അവന്റെ ലുത്ഫിന്റെ ഭാഗമാണ്. എന്റെ അടിമ ചെറിയത് ചെയ്താൽ വലുത് കൊടുക്കുന്ന ചില സമയങ്ങൾ, അതിലൊന്നാണ് ശഅബാൻ മാസം. ശഅബാൻ റമദാനിന്റെ കവാടമാണ്. അള്ളാഹു റമദാനിൽ എത്തിച്ചേരട്ടെ ആഫിയത്തോടെ ആ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ശഅബാൻ പ്രത്യേകതയുണ്ട്. 12 മാസത്തിന്, ശഅബാൻ മാസത്തിന് ഫളായിലുണ്ട്, പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികൾ ആ മാസത്തിന് പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. എന്താണ് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത? ഇവിടെ സത്യവിശ്വാസികൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രത്യേകതയാണോ പറഞ്ഞത് അതുമാത്രം, അതിനപ്പുറത്തൊന്നുമില്ല. കാരണം അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, നിങ്ങളുടെ റസൂൽ എന്താണോ നിങ്ങൾക്ക് തന്നത് അതിനെ മുറുകെ പിടിച്ചോളിൻ. വമാ നഹാകും അൻഹു ഫൻതഹു, ഏത് കാര്യമാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് അതിനെ വിട്ടോളിൻ. അതാണ് ദീൻ. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത് ഖതീബന്മാരെയല്ല, മടിക്കേരിയിലെ സലഫി പള്ളിയിലെ ഖതീബിനെയും ഈ മോമിങ്ങൾ നോക്കണ്ട. അയാൾ എന്തു പറയുന്നു എന്ന് കേട്ടാ മതി. അയാളാ പറയുന്നത് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി എന്ന ദലീലിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫഖുദൂഹു, സ്വീകരിച്ചോളിൻ. ഇല്ലേ അടുത്ത ജുമാക്ക് മിമ്പർമ കേറാൻ എനിക്ക് അർഹതയില്ല. ദലീലില്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് ദീൻ പറഞ്ഞാൽ, അതാണ് ദീൻ, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആർക്കും എന്തെങ്കിലും തോന്നിയ പോലെ വിളിച്ചു പറയാനുള്ളതല്ല ദീൻ. പ്രത്യേകിച്ചും ആഖിറമെന്ന ലക്ഷ്യപൂർത്തീകരണത്തിനു വേണ്ടി സത്യവിശ്വാസികൾ അധ്വാനിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഉള്ളതേ പറയാവൂ, ഇല്ലാത്ത പറഞ്ഞുകൂടാ. എന്താ കാര്യം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാൾ ഒരു അമൽ ചെയ്തു, ശഅബാൻ മാസം വന്നു, ആ മാസത്തെ പരിഗണിച്ച് ഒരു മടിക്കേരിക്കാരൻ, ഓൻ പള്ളിയിൽ നിന്ന് എപ്പോഴോ കേട്ടത്, വാട്സപ്പിൽ വായിച്ചത്, ഫേസ്ബുക്കിൽ വന്നത്, അല്ലെങ്കിൽ ദലീലില്ലാതെ ആരോ എന്തോ പറഞ്ഞ് എവിടുന്നോ വന്ന് കേട്ടത്, അങ്ങനെ ചെയ്തു. ലൈസ അലൈഹി അംറുനാ, ഞാൻ പറയാത്തൊരു കാര്യം. മുഹമ്മദ് മുസ്തഫാന്റെ അധികാരത്തിന്റെ വാക്കാത് വിശ്വാസികളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്ത് ചെയ്താലും, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ദിക്റാവട്ടെ, ഏത് സംഗതിയാവട്ടെ, ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് അധികാരമാണ്. നിങ്ങൾക്ക് എന്റെ കയ്യൊപ്പ് വേണം, എന്റെ സമ്മതം വേണം, എന്റെ അനുവാദം വേണം. അതില്ലാതെയാണ് ഒരാൾ ചെയ്തതെങ്കിൽ അത് തള്ളപ്പെടും, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല. അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല എന്ന് പറഞ്ഞ് ലാഘവത്തോടെ വിടാനും പറ്റൂല. അങ്ങനെ ചെയ്തവന് നാളെ അല്ലാഹു ആഖിറത്തിൽ ഹാജരാക്കും. ചോദിക്കും അവനോട്, എന്തടിസ്ഥാനത്തിലാണ് ചെയ്തത്? എന്തടിസ്ഥാനത്തിലാണ് ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു തന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന് ദീനിന്റെ ഭാഗമായി ചെയ്യാൻ നിനക്ക് അനുവാദം തന്നത് ആരാണ്? ചോദിക്കപ്പെടും. മറുപടി ഇല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ മുന്നിൽ നിന്ന് പറയും, സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്തതിനെ എന്റെ ദീനിൽ കടത്തിക്കൂട്ടിയവൻ ദൂരേക്ക് പോ, ഒരു ഹൗദിലെ വെള്ളമില്ല. അപകടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും കാട്ടിക്കൂട്ടുക സത്യവിശ്വാസിക്ക് ചേർന്ന പരിപാടിയല്ല, ഉള്ളതേ ചെയ്യാവൂ. സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്നൊരായത്തുണ്ട്. ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരോട്?
നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സത്യവിശ്വാസികളെ, നമ്മൾ കഴുതകളാവരുത്. ഗദ, ഹിമാർ. ബനൂ ഇസ്രായേലിനെ അള്ളാഹു ആക്ഷേപിച്ചു. തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആൾക്കാരെ അള്ളാഹു ആക്ഷേപിച്ചു. അവർ കഴുതകളെ പോലെയാണ്. കൈമൽ കിതാബുണ്ട്, അവരുടെ പ്രവാചകന്മാര് കയ്യിലുണ്ട്, ഹദീസുകളുണ്ട്. എന്നിട്ട് അതെന്തെന്ന് തിരിച്ചറിയാതെ അത് തലയിൽ പേറി നടക്കുന്ന കഴുതകളെ പോലെ അവർ ജീവിച്ചു. ദുനിയാവും നഷ്ടം, ആഖിറവും നഷ്ടം. നിങ്ങൾ അങ്ങനെ ആവല്ല. നാൽക്കാലിക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾ വടക്കേരി റോട്ടുമ്മ കാണുന്ന പശുക്കളില്ലേ, അതിനൊരു സ്വഭാവമുണ്ട്. അതിന്റെ കഴുത്തിൽ കയറിട്ട് അതിന്റെ അറ്റം പിടിച്ച് വലിക്കുന്നവരെങ്ങോട്ട് വലിക്കുവോ അങ്ങോട്ട് പോവും. വിശ്വാസികൾ നാൽക്കാലിയാവരുത്. അവർ നോക്കേണ്ടത് കിതാബും സുന്നത്തുമാണ്, ഖുർആനും ഹദീസും മുൻഗാമികളും. അവരെങ്ങോട്ട് പോയോ അതിന്റെ വെക്കൽ വേണം പോവാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞു, ഖുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുക്കൂ, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് പറയൂ അവരോട്, അടിമകളോട്. ബിൽ അഖ്സരീന അഅമാല, ഒരുപാട് അമലുകൾ ചെയ്ത് അവസാനം ആഖിറത്തിലെത്തിയപ്പോഴേക്കും അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ആ പാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ചെയ്തു വെച്ച് നോക്കുമ്പോ ഇഷ്ടം പോലെയുണ്ട്, ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ചും. പക്ഷെ ബിൽ അഖ്സരീന അഅമാല അല്ലദീന, ആരെന്നറിയോ അവർ? ضل سعيهم في الحياة الدنيا, ദുനിയാവിൽ അവർ ചെയ്ത പരിശ്രമം, അധ്വാനം, കഷ്ടപ്പാട്, ഉറക്കൊഴിച്ച് പൈസ ചെലവാക്കി, ഊർജം ചെലവാക്കി ചെയ്തത് മുഴുവൻ പാഴായി പോയിരിക്കുന്നു. ഇത് ചെയ്യുമ്പം അവര് വിചാരിച്ചത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, ദീനുള്ളതാണ്, കൂലി കിട്ടുന്നതാണ്, ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ ചെയ്തു. പക്ഷെ എല്ലാം പാഴായിപ്പോയി. എന്തേ പാഴാവാനുള്ള കാരണം? രണ്ട് കാരണം കൊണ്ടാവാം. ഒന്ന്, ശിർക്കോട് കൂടി ചെയ്തു, അള്ളാഹു കാക്കട്ടെ. രണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പിൻബലമില്ലാതെ, ഇത്തിബായില്ലാതെ തോന്നിയ പോലെ ചെയ്തു. തോന്നിയ പോലെ ചെയ്ത അമലിന് എൻ്റെ അടുത്ത് കൂലിയില്ല, അത് വട്ടപ്പൂജയായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ പരിഗണിച്ചുകൊണ്ട് ചെയ്ത, പ്രത്യേകമായും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹദീസ് പഠിച്ചാൽ മതി, അതിലെന്തുണ്ടോ അത് ചെയ്താൽ മതി. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഹിബ്ബി റസൂലില്ലാഹ് എന്ന സഹാബിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ് സെയ്ദ്. ആ സെയ്ദിന്റെ മോനാണ് ഉസാമ. പനേക്കാളും ഇഷ്ടമുണ്ട് ഉസാമനോട്. സഹാബാക്കളിൽ പലരും എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ ഉസാമനയക്കും. കാരണം ഉസാമ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളൂല, അത്ര സ്നേഹമാണ്. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലം അറക തസൂമു ശഹറൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിൽ അങ്ങ് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ട പോലെ വേറെ ഒരു മാസത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ, റമദാൻ ഒഴിച്ച്. റമദാനിൽ നിർബന്ധ നോമ്പുണ്ട് ഒരു മാസം, അതൊഴിച്ച് ബാക്കി 11 മാസത്തിലും ഈ മാസം ശഅബാൻ മാസത്തിൽ അങ്ങ് നോമ്പ് വർദ്ധിപ്പിക്കുന്ന പോലെ വേറെ ഒരു മാസവും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താ ഈ ശഅബാന് പ്രത്യേകത? അപ്പൊ ശഅബാന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതോ നോമ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ചെയ്തോളി പ്രിയപ്പെട്ടവരെ, ഞാൻ അടക്കം, ഈ ഖതീബ് അടക്കം നോമ്പ് വർദ്ധിപ്പിച്ചോളി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറുപടി പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻ. ഉസാമ, അതെന്തിനാണെന്നറിയോ? ജനങ്ങൾ അശ്രദ്ധയിൽ പോയി പോകുന്നൊരു മാസമാണിത്. ബൈന റജബ വ റമദാൻ, റജബിന്റെയും റമദാന്റെയും ഇടയിൽ. റജബ് മാസം എല്ലാവരും ഓർക്കും. ഇസ്രായിന്റെ മിഅ്റാജിന്റെ കഥ പറയാനുണ്ടാവും. അതേപോലെ ഒരുപാട് വിദഅത്തുകളുടെ കഥകളുണ്ടാവും. എല്ലാവരും പ്രസംഗത്തിലും ക്ലാസ്സിലും ഖുതുബയിലും ഒക്കെ ചർച്ചയാവും. മക്കത്ത് ഖുറൈശികൾ പ്രത്യേകം ഓർത്ത മാസമാണ് റജബ്, ആ ജാഹിലിയ്യത്തിൽ. പിന്നെ റമദാൻ, അത് പറയേണ്ടതില്ല. അതിന്റെ ഇടയിൽ ശഅബാൻ മുങ്ങിപ്പോവും. ജനങ്ങൾ അശ്രദ്ധരാവുന്ന സമയം ചെയ്യുന്ന ഇബാദത്തിന്റെ കൂലി കൂടുതലാണ്. അതുകൊണ്ട് രാത്രി നിസ്കാരത്തിന്റെ കൂലി കൂടിയത്. തഹജ്ജുദിന്റെ കൂലി, ഫർദ് നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ,
രാത്രിയുടെ ഉള്ളിലുള്ള നിസ്കാരം. കാരണം ജനങ്ങളെല്ലാം ഗഫലത്തിലാണ്, ഉറക്കിലാണ്. അപ്പോൾ ഒരുത്തൻ മാത്രം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരു സാധാരണക്കാരൻ നിസ്കാരത്തിന്റെ കൂലിയല്ല, കൂടുതലുണ്ട്. ഷഅബാൻ മാസം ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന ഒരു മാസമാണ്. അതിനെ പ്രത്യേകം ഓർമ്മയോടെ ശ്രദ്ധിച്ചാൽ കൂലി കൂടുതലാണ്. അതുകൊണ്ടാണ് ഉസാമ ഞാൻ നോമ്പ് വർദ്ധിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ. ഉസാമ, ഈ ഷഅബാന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അല്ലാഹു തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന മലായിക്കത്ത് കൊണ്ടുപോകുന്ന മാസമാണിത്. മലായിക്കത്തിന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ നമ്മുടെ നന്മതിന്മ എഴുതി വെച്ച കിതാബും കൊണ്ട് പോകുന്ന സമയം, ഫഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അയ്യുർഫഅ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമല് മുകളിലെത്താൻ. അപ്പൊ എന്റെ റബ്ബ് എന്നെ ശ്രദ്ധിക്കും, എന്റെ ലിസ്റ്റ് വായിക്കും, എന്നെ ശ്രദ്ധിക്കും. ആ സമയത്ത് ഞാൻ നോമ്പിലാണ്, ക്ഷീണത്തിലാണ്, അവശതയിലാണ്. ആരും അറിയാത്ത എന്റെ റബ്ബിന് മാത്രം അറിയുന്ന രഹസ്യമായ ഏക ഇബാദത്ത് അത് ഈ നോമ്പാണ്. വഅന സായിം. ആ അവസ്ഥയിൽ എന്റെ അമൽ അല്ലാഹ് നോക്കുമ്പം അവൻ എന്നോട് കരുണ തോന്നും, കൃപ വരും, അത് ഖബൂൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നോമ്പ് വർദ്ധിപ്പിക്കുന്നത്. എങ്കിൽ ശഅബാൻ മാസത്തെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പ് വർദ്ധിപ്പിക്കലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അല്ലാത്ത ഒരു മാസത്തിൽ ആ മാസം മുഴുവൻ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശഅബാൻ മാസം മാത്രം. എന്ന് വെച്ചാൽ 1 തൊട്ട് 30 വരെ എല്ലാ ദിവസവും എടുക്കാൻ പറ്റൂല. അത് റമദാനിൽ മാത്രം ഇടവിട്ട്. പല സഹാബാക്കളും പറഞ്ഞു, ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോ കണ്ടാലും വഹുവ സായിം, റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടാവും. തുടങ്ങിക്കഴിഞ്ഞു, തീരാനുമായി. പ്രിയപ്പെട്ടവരെ, അതെ, സത്യവിശ്വാസികൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് ശഅബാൻ എന്ന മാസത്തെ പരിഗണിക്കുന്നവരാണ്. ആ പരിഗണന കൊടുക്കേണ്ടത് ഈ 2 കാര്യം പരിഗണിച്ചിട്ടാണ്. നോമ്പ് വർദ്ധിപ്പിക്കുക, കാരണം അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. മുഅ്മിൻ ഓർമ്മയോടെ ചെയ്യണം ഈ മാസം. പരിശുദ്ധ റമദാനിന് സ്വീകരണം നൽകുന്ന നോമ്പാണ് ശഅബാന്റെ നോമ്പ്. ഏതുപോലെ ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ പോലെ. റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ പിറകിലുള്ള കാര്യം എന്താണ്? നിസ്കരിക്കാൻ പോകുന്ന ഫർദ് നിസ്കാരത്തിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ. അതുപോലെ റമദാനിലെ നിർബന്ധമായ നോമ്പിൽ വരുന്ന വീഴ്ചകളെ പരിഹരിക്കാൻ ശഅബാൻ മാസത്തിന്റെ നോമ്പ് ഉപകാരപ്പെടും. അല്ലാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. പക്ഷെ എൻ്റെ മടിക്കേരിയിലെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഒരു കാര്യം ഒന്ന് ഗൗരവത്തോടെ ശ്രദ്ധിച്ചോളേ. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് കേട്ടോളേ, വളരെ ഗൗരവത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇമാം ഇബ്നു മാജയും തബറാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹാണെന്ന് പറഞ്ഞ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ചെവിയോണ്ട് കേൾക്കണ്ട, കാരണം ചെവിയോണ്ട് നിങ്ങൾ കുറെ കേട്ടതാണ്. ഇല കേട്ട് ഇല വിട്ടിട്ട് കാര്യമൊന്നുമില്ല, കൽബ് കൊണ്ട് കേൾക്കണം. നല്ല ഖുതുബ ഉപകാരപ്പെടുള്ളൂ. ഖതീബിന്റെ ജോലി പ്രസംഗിച്ചിട്ട് പൈസ വാങ്ങി പോക്കല്ല. ഖതീബിന്റെ ജോലി ജനങ്ങളെ ഉപദേശിക്കലാണ്. യഖറഉ ആയാത്തിൻ വയുദക്കിറു നാസ്. ദീനിന്റെ നിയമങ്ങൾ മഹല്ലത്തിലെ മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. എന്തിന്? ഖതീബിന്റെ ജോലി നോക്കി പോവാനല്ല, ജനങ്ങളത് കേൾക്കാൻ, ഉമ്മത്തിന് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവാൻ. പലപ്പോഴും എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്തിനാ ഇത്ര ശബ്ദത്തിൽ പറയുന്നത്? ഈ ഇരിക്കുന്ന 100 ആള് മാത്രം കേട്ടാ പോരാ, ജനങ്ങളുടെ ഈ ചെവി മാത്രം കേട്ടാ പോരാ, ഈ നെഞ്ചിന്റെ ഉള്ളകത്തുള്ള കൽബിന്റെ ചെവി കേൾക്കണം. അതിന്റെ ഉള്ളിൽ അമ്പ് പോലെ തുളച്ച് കയറണം. എന്നാലേ ഖുതുബ ഉപകാരപ്പെടുള്ളൂ. ദീൻ പറയുന്ന ജീവിതത്തിൽ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, ജോലി പൂർത്തിയാക്കാനല്ല. ഖുതുബക്ക് ഖതീബ് വന്ന് ജോലി പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചിട്ട് പോവാനല്ല.
ഉമ്മത്തിന് ദീൻ കിട്ടണം, ഉമ്മത്തിന് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവണം. മഹല്ലത്തിലെ ഓരോ മുസ്ലിമും മുഹമ്മദ് മുസ്തഫാന്റെ കൽപ്പന ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നാളെ ആഖിറത്തിൽ ഈ മിമ്പറും ഈ ശബ്ദവും അള്ളാന്റെ കോടതിയിൽ സാക്ഷിയായിരിക്കും. കേട്ടോളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ലയത്ലുഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാത്രിയിൽ ആകാശത്ത് നിന്ന് ദുനിയാവിലേക്ക് എത്തി നോക്കും. ലയത്ലുഉ പ്രത്യക്ഷപ്പെടും. എങ്ങനെ? അല്ലാഹു അഅലം. കമാ യലീഖു ലിദാതി, അള്ളാന്റെ ദാത്തിന് എങ്ങനെയാണോ ചേർന്നത് അങ്ങനെ. ശഅബാന്റെ 15 രാത്രി, നാളെ 15 ആണെങ്കിൽ ഇന്ന് അസ്തമിച്ച രാത്രി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ജോലി ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളിൽ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് ഓശാരമായി നൽകും. പാപങ്ങളും മാപ്പാക്കി കൊടുക്കും, ഹൃദയത്തിലെ കറകളും മായ്ച്ചു കൊടുക്കും. ഈ മിമ്പർമ നിൽക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ തെറ്റുകളുടെ കറകളിൽ നിന്ന് മുക്തരല്ല. നമ്മളുടെ ഹൃദയം ആരുടെയും പാല് പോലെ തൂവെള്ള നിറത്തിലുള്ളതല്ല. കൈകൊണ്ട്, കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, വാക്കുകളെ കൊണ്ട് കുരുത്തക്കേട് കാണിച്ച് ഹൃദയം മലീമസമാക്കിയ, ഹൃദയത്തിന് കറുപ്പ് പിടിച്ചവരാണ് പരിശുദ്ധാത്മാക്കളല്ല. റബ്ബിന്റെ മഗ്ഫിറത്തിനെ യാചിക്കേണ്ടവർ, അള്ളാഹു തരുന്ന സമയവും സന്ദർഭവും പരിഗണിച്ച് അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ കൊതിക്കേണ്ടവർ. എന്തുകൊണ്ടറിയോ? സ്വർഗം പരിശുദ്ധർക്കുള്ളതാണ്. അള്ളാഹു നസീബാക്കി തരട്ടെ. സ്വർഗം തൂവെള്ള നിറത്തിലുള്ള ഹൃദയമുള്ളവർക്കാണ്. അതിന് പാപത്തിന്റെ കറയുണ്ടെങ്കിൽ അങ്ങോട്ട് പ്രവേശനമില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്ഫിറത്ത് ആവശ്യമാണ്. അള്ളാഹു ശഅബാന്റെ 15 രാത്രിയിൽ മഗ്ഫിറത്ത് കൊടുക്കും. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാൾക്കാർ അള്ളാഹു പരിഗണിക്കൂല. ജമീഉ ഖൽഖി, സൃഷ്ടികളിൽ എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്ന കാര്യം രണ്ടാൾക്ക് കൊടുക്കൂല. ഇല്ലാ ലി മുശ്രിക്, ശിർക്ക് ചെയ്തവനില്ല. ശിർക്ക് ചെയ്തവനില്ല. ഏതെങ്കിലും വസ്തുവിനെ, വ്യക്തിയെ, ശക്തിയെ അള്ളാഹ്ക്ക് പകരക്കാരനാക്കി, അള്ളാഹ്ക്ക് ഇടയാളനാക്കി, അള്ളാഹുവിനെ പോലെയാക്കി ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശഅബാൻ 15 രാത്രി അള്ളാഹു അടിമക്കോശാരമായി കൊടുക്കുന്ന മഗ്ഫിറത്ത് അവന് കിട്ടൂല. കാരണം അവൻ മുശ്രിക്കാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തിയാണോ, പുറത്തു കൊടുക്കൂല. മുശ്രിക്കിന്റെ കൂടെ അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? മടിക്കേരിയിലെ പ്രിയപ്പെട്ട സലഫികളെ അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? ഔ മുഷാഹിൻ, പിണങ്ങിക്കഴിയുന്നവൻ, കണ്ടാമുണ്ടാത്തവൻ, കണ്ട മുഖം നോക്കാത്തവൻ, സലാം പറഞ്ഞ മടക്കാത്തവൻ, ഇന്നലെ ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് തിന്നു, ഒരുമിച്ച് വർത്താനം പറഞ്ഞു, ഒരുമിച്ച് ചായ കുടിച്ചു, അവന്റെ ഭൗതികമായ ലാഭത്തിന് വേണ്ടി മാത്രം, നഫ്സിന്റെ ഇച്ഛയ്ക്ക് രസത്തിന് വേണ്ടി മാത്രം മുസ്ലിമായ സഹോദരനോട് പിണങ്ങിയവൻ, ദേഷ്യപ്പെട്ടവൻ, അസൂയ കാണിച്ചവൻ, ചതിച്ചവൻ, വഞ്ചിച്ചവൻ, അവന് മഗ്ഫിറത്ത് ഇല്ല. മുശ്രിക്കിന്റെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് പറഞ്ഞു. എന്തിന്? എന്ത് നേടിത്തന്നു ആ പിണക്കം? ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ പുറത്തേക്ക് വന്ന ജ്യേഷ്ഠനും അണിയനും മിണ്ടാട്ടമില്ല. ഒരേ പ്ലേറ്റിൽ നിന്ന് ഒരേ മച്ചിന്റെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ആങ്ങളെയും പെങ്ങളും മിണ്ടുന്നില്ല. ഇന്നവരെ ചങ്ങാതി വരെ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചു. ഒരു ഇന്ന് ദേഷ്യം, ഇന്ന് കണ്ടാ മുണ്ടൂല വെറുപ്പ്, അടുത്തിരിക്കൂല, കണ്ടാ ചിരിക്കൂല. എത്ര പേരെ, എത്ര നാള് മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിച്ച് ശവമാക്കി തീർക്കുന്നത് വരെ മാത്രം. പിന്നെ മയ്യത്താണ്, പിന്നെ മയ്യത്താണ്. ശരീരത്തിന് ജീവനില്ല. ദേഷ്യം പിടിക്കാനും പൊറുക്കാനൊന്നും സമയമില്ല, ഒന്നുമില്ല, കഴിഞ്ഞു. പിന്നെ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. പക്ഷെ അവിടെ വല്ലാഹി അനുഭവിക്കേണ്ടി വരും. ഇതിന്റെ ഉള്ളിൽ ക്ലിയർ ആക്കിക്കോളി പ്രിയപ്പെട്ട സലഫികളെ, നെഞ്ചിന്റെ ഉള്ളിൽ ക്ലിയർ ആക്കിക്കോളി. ഇവിടെ ദേഷ്യം പറ്റൂല മുസ്ലിമിനോട്, മുസ്ലിമിന് ഇവിടെ മുസ്ലിമിനോട് അസൂയ പറ്റൂല, വെറുപ്പ് പറ്റൂല. ഉടമസ്ഥനായ റബ്ബ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് മാപ്പ് തരുമെന്ന് പറയുമ്പം ചെവിക്ക് പിടിച്ച് പുറത്താക്കും, പോണെന്ന് പറഞ്ഞിട്ട്. ആരെ? ജ്യേഷ്ഠനോട് മിണ്ടാത്തോനെ, അനിയനോട് മിണ്ടാത്തോനെ, ചങ്ങായിയോട് പിണങ്ങി നിൽക്കുന്നവനെ. മുഷാഹിൻ,
അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തും? എന്ത് ലാഭം കിട്ടാനുണ്ട്? രണ്ടാളുകളെ പണക്കുന്ന ആൾക്കാരുണ്ടാവും, ആളുകളെ തമ്മിൽ പിണക്കുന്ന ആൾക്കാരുണ്ടാവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ വാക്കെന്താ അറിയോ? ശിറാറു ഖൽഖില്ലാഹ്. ദുനിയാവിൽ അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തില് ഏറ്റവും വൃത്തികെട്ടവൻ, ഒരു വകക്ക് കൊള്ളാത്തവൻ, ശർറ് പിടിച്ചവൻ, ദവിൽ വജ്ഹൈൻ, ഇരട്ട മുഖക്കാരൻ. യഅതി ഹൗലാഇ ബിവജ്ഹിൻ, ഇവിടെ വന്നിട്ട് ഒന്ന് പറയും, വഹൗലാഇ ബിവജ്ഹിൻ, ഇവിടെ വന്നിട്ട് വേറൊന്ന് പറയും. ചങ്ങായിമാരെ തമ്മിൽ അടുപ്പിക്കും. അവർ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതോ ഒരുത്തൻ പറയും, നിന്നെപ്പറ്റി അവൻ അങ്ങനെ പറഞ്ഞു, ഇരടുത്ത് പറയും, നിന്നെപ്പറ്റി അയാൾ അങ്ങനെ പറഞ്ഞു. ഇവരടിയായി. ശിറാറുൽ ഖൽഖ്, ഉമ്മത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ, നമ്മാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. ഏഷണി പറഞ്ഞു പരത്തുന്നവൻ സ്വർഗത്ത് പ്രവേശിക്കൂല. മുവഹിദായിരിക്കും, താടിയുണ്ടാവും, എന്തോറ മുട്ടിന്റെ അടുത്തുണ്ടാവും. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് പോലെ. എന്തുകൊണ്ടറിയോ? രണ്ട് മുഅ്മിനുകൾ തെറ്റുന്നത്, അള്ളാന്റെ അടിമകൾ പിണങ്ങുന്നത് ഉടമസ്ഥന്റെ അർശിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, ഇല്ല, ഒരു മഗ്ഫിറത്തില്ല. മനസ്സിലാക്കിക്കൂടെ? തമാശക്ക് പറയുന്നല്ല, മിമ്പറിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതാണ്. ഈ ശഅബാൻ മാസത്തിന്റെ 15 രാത്രിയിൽ മടിക്കേരിയിലെ ഒരാൾക്ക് പോലും അള്ളാന്റെ മഗ്ഫിറത്ത് കിട്ടാതെ പോവരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസത്തെ പരിഗണിക്കേണ്ടത് അങ്ങനെയാണ്. ചെയ്ത് നോമ്പ് വർദ്ധിപ്പിച്ച് ഇണങ്ങേണ്ടവരോടെല്ലാം ഇണങ്ങി ബാധ്യതകളെല്ലാം തീർത്ത് അള്ളാഹിനടുത്തേക്ക് കൈനീട്ടണം. അന്നേരം തരും. ഹക്ക് ബാക്കിയുണ്ടെങ്കിൽ വല്ലാഹി അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്തായിരിക്കും നമ്മളെ പ്രശ്നം? നമ്മൾ എന്തിനാ പിണങ്ങുന്നത് അറിയോ? ദീനിന് വേണ്ടിയാണെങ്കിൽ അത് വേറെ കാര്യം, തൗഹീദിന് വേണ്ടിയാണ്, സുന്നത്തിന് വേണ്ടിയാണ്, അത് വേറെ കാര്യം. അധികണത്തിലൊന്നും പെടൂല. ബഹുമാനപ്പെട്ട അബ്ദുൽ ആല തൈമി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഖുതിഅ അന്നി ലദ്ദത്തു ദുനിയ, അല്ലെങ്കിൽ ഖതഅ അന്നി ലദ്ദത്തു ദുനിയ. ദുനിയാവിനോടുള്ള രസം, ദുനിയാവിനോടുള്ള ആർത്തി, ഞാൻ പറഞ്ഞത് നടക്കണം, ഞാനെങ്ങനെയാവണം, ഞാനിങ്ങനെയാവണം എന്ന ചിന്ത എൻ്റെ കൽബിന്ന് മുറിഞ്ഞുപോയി. എനിക്കതില്ല. എൻ്റെ കൽബിൽ നിന്നും ആ ചിന്തയെ മുറിച്ചു കളഞ്ഞത് 2 ഓർമ്മകളാണ്. ഒന്നെന്താ അറിയോ? ദിക്റുൽ മൗത്ത്, മരണത്തിന്റെ ഓർമ്മ. ഇന്ന് എൻ്റെ ഇച്ഛ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, നമുക്കൊന്ന് തിരിച്ചിട്ട് പോയി. അപ്പോ ഒന്ന് പോക്കി ചിലപ്പോൾ എന്നെ കൊണ്ടുപോയാൽ എൻ്റെ കഥ കഴിഞ്ഞു, ഖലാസ്. ആർക്കറിയാം എപ്പോ വരുമെന്ന്? എവിടെ മരിച്ചു വീടും ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാവും, ഇപ്പൊ എനിക്ക് നല്ല കുവ്വത്തുണ്ടാവും, നല്ല പൈസ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മെയിൻഡാക്കൂല. ഓൻ പോട്ടെ, ഓൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ ഓൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അത് പറഞ്ഞു പോകുന്ന പോക്കിലെങ്ങാനും മലക്കുൽ മൗത്ത് വന്ന് കൊണ്ടുപോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഖിറം ഖലാസ്, അവിടെ ഒന്നും നേടാനില്ല. പണക്കം ചെറിയ സംഗതിയല്ല, ദിക്റുൽ മൗത്ത്. അതുകൊണ്ട് മരണത്തെ ഓർത്തോടെ ഞാൻ എന്തിനാ ഈ പിണങ്ങി നിൽക്കുന്നത്? അതിൻ്റെ അടക്കാട്ടിൽ ഞാൻ മരിച്ചു പോയാലോ? ഈ ഓർമ്മയാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി തന്നത്. എൻ്റെ കൽബിൽ നിന്ന് പോയി എനിക്ക് പ്രശ്നമില്ലാണ്ടായി. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അൽ വുഖൂഫു ബൈന യദയില്ലാഹ്, അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന ചിന്ത. ആ ഓർമ്മ നമുക്ക് വരൂല. ആരെ മുമ്പിലാണ് നിൽക്കേണ്ടതെന്നറിയോ? റബ്ബുൽ ആലമീന്റെ മുന്നിൽ. റബ്ബുൽ ആലമീന്റെ മുന്നിൽ ഒരാളും കൂടെ ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. അന്ന് ഉമ്മയോടും ഉപ്പയോടും ഭാര്യയും മക്കളും ഓടിപ്പോകും. കൂടെയുള്ള ഒരാളും നോക്കാത്ത സമയം വരും. എന്തുകൊണ്ട്? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഓരോരുത്തർക്കും അവനവന്റെ ഭാരം തന്നെയുണ്ട് പേറാൻ. ആരും നോക്കാൻ വരില്ല. എൻ്റെ ഉപ്പാക്ക് ഉപ്പാനെ നോക്കാനുണ്ട്, ഉമ്മാക്ക് ഉമ്മാന്റെ നോക്കാനുണ്ട്, ഓക്ക് ഓളതുണ്ട്. എനിക്ക് എൻ്റെ ഞാൻ നോക്കണം. അള്ളാന്റെ മുമ്പ് പോയി നിൽക്കണം. കൃത്യമായിട്ട് ചോദിക്കും. മറുപടി പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ, അവിടെ അള്ളാനെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്തു ആയിക്കോളെ.
എന്തു ആയിക്കോട്ടെ. പക്ഷെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ റബ്ബ് വരും, മലായിക്കത്താകുന്ന പട്ടാളം വന്ന് നിങ്ങളെ വലയം ചെയ്യും. സഫ് സഫായിട്ട് അവർ നിൽക്കും. ഓടാനൊന്നും കഴിയില്ല, ആരെയും സ്വാധീനിക്കാനും കഴിയില്ല. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകം നിന്റെ കണ്ണിന്റെ മുമ്പ് കൊണ്ടുവന്ന് വെക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 മലക്കുകൾ 70,000-ഓളം ചങ്ങലകളിൽ ബന്ധിച്ച് യജുറു, അവർ നരകത്തെ വെളിച്ചു കൊണ്ടുവരും. ഇത് കണ്ടിട്ട് കണ്ണു തള്ളി എന്താളിച്ച് നിൽക്കും മഹ്ശറിൽ മനുഷ്യന്മാര്. സ്വർഗം കാണിച്ചു തരൂല, അർഹതയുണ്ടെങ്കിലേ പോകാൻ പറ്റും, കാണാൻ തന്നെ പറ്റുള്ളൂ. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ കണ്ണിന്റെ മുന്നിൽ കാണലായി, പേടി വരലായി, ചെയ്തു പോയ കാര്യത്തെ പറ്റി ഓർക്കാൻ തുടങ്ങി, ഇനി ഒരു രക്ഷയും ഇല്ലാനുള്ള ബോധം തുടങ്ങി. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. ഒന്ന് മാറാനുള്ള ചാൻസ് കിട്ടിയെങ്കിൽ, ഒന്നിണങ്ങാനുള്ള അവസരം കിട്ടിയെങ്കിൽ, ഒരു നല്ല വാക്ക് പറയാനോ കേൾക്കാനോ ഉള്ള ചാൻസ് കിട്ടിയെങ്കിൽ, യൗമഇദിൻ, ആ ദിവസം, യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും. വഅന്നാ ലഹു ദിക്റാ, അന്ന് ചിന്തിച്ചിട്ട് എന്ത് നേടാൻ? എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്റെ ശരിക്കുള്ള ദേഷ്യം കാണിക്കുമ്പം ചിന്തിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി താണൊടുക്കും, അള്ളാഹ്ക്ക് വേണ്ടി താണൊടുക്കും. പ്രിയപ്പെട്ടവരെ, റഫഅഹുല്ലാഹ്, അള്ളാഹ് ഓനെ ഉയർത്തും. അള്ളാഹ് ദുനിയാവിൽ ഉയർത്തും, ആഖിറത്തിൽ ഉയർത്തും. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. നോമ്പ് വർദ്ധിപ്പിച്ചോളേൻ, പണക്കങ്ങൾ തീർത്തോളേൻ, അടങ്ങിക്കോളേൻ. എല്ലാരോടും ആരാണോ ആദ്യം പോയിട്ട് സലാം പറയുന്നത്, ഫലഹുൽ ജന്ന, ഓന് സ്വർഗമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഅദയാണ്, ഓന് സ്വർഗമുണ്ട്. അതെന്തിനാണെന്നറിയോ? ശഅബാൻ 15 രാത്രി അള്ളാഹു വന്നിട്ട് മഗ്ഫിറത്ത് കൊടുക്കുമ്പം തടസ്സമില്ലാണ്ട് കിട്ടണം. അമലുകൾ മുകളിലേക്ക് മലക്കത്ത് കൊണ്ടുപോകുമ്പം നമ്മൾ നോമ്പുകാരായിരിക്കണം. അത്തരത്തിൽ പരിശുദ്ധമായ മാസത്തെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. 2 കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, സൂറത്തുൽ അഅല, നമ്മളെ ഇമാമ് സാധാരണ വെള്ളിയാഴ്ച ഓതുന്ന സൂറ. അതിൽ അള്ളാഹു പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ നാഇമ, ചില മുഖങ്ങളുണ്ട് നാളെ ആഖിറത്തിൽ. നാഇമ, തിളങ്ങും, പ്രകാശിക്കും. ആളുകൾ ഇങ്ങനെ നോക്കും, ഏതാണ് ഈ സൗന്ദര്യമുള്ളവർ, ആരാണ് ഈ മുഖത്തുനിന്ന് പ്രകാശം ചൊരിയുന്നവർ? അള്ളാഹു പറഞ്ഞു, ആരാന്നറിയോ? ലിസഅയിഹാ റാദിയ, ദുനിയാവിൽ അവർ ചെയ്ത അമലുകളിൽ തൃപ്തരായി മനസ്സമാധാനത്തിലുള്ള പ്രസരിപ്പോടെ വരുന്നവർ. അങ്ങനെ അവിടെ പോയിട്ട് നിൽക്കുമ്പം ആ റാഹത്തിൽ മുഖത്ത്, ദുനിയാവിൽ തന്നെ ടെൻഷൻ പിടിച്ച ആൾക്കാരുടെ മുഖത്ത് കാണാൻ പറ്റും, സന്തോഷമുള്ളവരുടെ മുഖത്ത് ആ പ്രസന്നതയും കാണാൻ പറ്റും. അതേപോലെ ഉയർന്ന സ്വർഗത്തിലായിരിക്കും. അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട മടക്കിയിരിക്കാരെ, നമുക്ക് ആ സ്വർഗമാണ് ആവശ്യം. ദുനിയാവിൻ്റെ സുഖത്തിനേക്കാൾ സ്വർഗമാണ് ആവശ്യം. അപ്പം ഇവിടെ കുറച്ച് താവേണ്ടി വരും, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, കുറച്ച് കഷ്ടപ്പെട്ട അമലുകൾ ചെയ്യേണ്ടി വരും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. നന്മകളിൽ മത്സരിക്കാനും മുന്നേറാനും അള്ളാഹു ആഫിയത്ത് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ബാംഗ്ലൂരിൽ നിന്ന് KG ഹള്ളി എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് 3 ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. നല്ല യുവാക്കൾ, എഞ്ചിനീയർമാരാണ്, ബാക്കിലുണ്ട് അവർ. ശരിക്കും പറഞ്ഞാൽ രാവിലെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇവർ പറഞ്ഞപ്പോൾ അവർ വന്നത് അവർക്കൊരു പള്ളി എടുക്കണം. അവരാ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നെന്താ അറിയോ? അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്, സംശയം വേണ്ട. അള്ളാഹ്ക്കൊരു പുരപണിയണം ബാംഗ്ലൂർ സിറ്റിയിൽ.
അതിനാരാ ഇപ്പൊ സഹായിക്കാം? മടക്കീരിയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് അള്ളാഹു തോന്നിപ്പിക്കുന്നതും നമ്മളുടെ അടുത്ത് യാചിക്കാൻ വരുന്നതല്ല. അങ്ങനെ കാണണ്ട, യാചിക്കാൻ വരുന്നതല്ല. അള്ളാഹ് ഒരു പള്ളി പണിയണം, മടിക്കരക്കാരെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഇണകളിലും മക്കളിലും അള്ളാഹു ആ ഖൈറും ബർക്കത്തും വാരിക്കോരി നസീബാക്കി തരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് പോയ ആ ചെറുപ്പക്കാർ പിന്നെയും ബന്ധപ്പെട്ടു. പിന്നെയും നിങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പം ഒരു സന്തോഷം. നമുക്ക് കൊടുക്കാനില്ലെങ്കിലും നമ്മളെ വാക്ക് കേട്ടാരെങ്കിലും കൊടുത്താൽ അതിൻ്റെ നമുക്കുണ്ടാവുമല്ലോ. അള്ളാഹുവിൻ്റെ ഭവനം ഒറ്റ കൂലിയേ ഉള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി ബൈതൻ. അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരു പുര പണിത് കൊടുത്താൽ നമ്മൾ ചിന്തിക്കും, എങ്ങനെ ഇപ്പോൾ ₹1,00,00,000 ആവശ്യമില്ലേ? ₹1 മതി, എൻ്റെ ₹1 മതി, അയാൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ്. പക്ഷെ എനിക്കെന്താ ₹1 എന്താ തരുന്നറിയോ? ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ അള്ളാഹു ഒരു പുരപണി തരും. ചാൻസ് അള്ളാഹ് ഇങ്ങോട്ട് കൊണ്ടുതരികയാണ്. അങ്ങനെ നിരന്തരം ആൾക്കാർ വീഴുമ്പോഴും മനസ്സിനൊരു പ്രയാസം തോന്നുന്നില്ല. എങ്ങനെ ഇപ്പൊ ഇത് പറയുക? ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടില്ലല്ലോ, അത് വരുന്നേ ഇല്ല. അള്ളാഹു അവസരം ഇങ്ങോട്ട് കൊണ്ടുതരികയാണ്. പ്രത്യേകിച്ചും റമദാനിന്റെ കവാടത്തിൽ ശഅബാൻ മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിയും പോലെ കൊടുത്തോളി. ഇപ്പൊ ശൈത്താൻ പറയും, വേണ്ട ഇന്ന് ആവശ്യമുണ്ട്, ആ പൈസ ചിലപ്പോൾ നാളെ വേറെണെങ്കിൽ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ മറക്കും. പക്ഷെ ഈ പോക്ക് പോയി മറന്നാലും അവിടെ ഉണ്ടാവും. മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരെ സന്തോഷിപ്പിക്കണം. ചെറിയ പ്രായക്കാർ നിങ്ങൾക്ക് കാണാം, ചെറിയ പ്രായക്കാർ. അള്ളാഹു ആ പിള്ളേരെ അനുഗ്രഹിക്കട്ടെ. ദീനിന്റെ മുത്തഖീങ്ങളുടെ ഇമാമുകളായിട്ട് അള്ളാഹു അവരെ കബൂൽ ചെയ്യട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെയും ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയാകുന്ന മക്കളായിട്ട് അള്ളാഹു എല്ലാവരെയും വളർത്തി പെരുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അവരെ കാണുക. ഇപ്പം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു വഴികളുണ്ടാവുമല്ലോ, അനുസരിച്ച് ചെയ്യും. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. അലാ വ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ വ അമറക്കും ബിസ്സലാത്തി വസ്സലാമി അലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ ഇന്ന അല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين وعن بقية الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. اللهم بلغنا رمضان، اللهم بلغنا رمضان، اللهم سلمنا رمضان عافينا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.